തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് ആശ്വാസമേകി ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം. തന്റെ ശിക്ഷാ നടപടി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം സമർപ്പിച്ച അപ്പീലിലാണ് കോടതിയുടെ പരാമർശങ്ങൾ. ആന്റണി രാജുവിനെതിരെ ക്രിമിനൽ കുറ്റം തെളിയിക്കുന്നത് പ്രയാസകരമാണെന്ന് ഹൈക്കോടതി പ്രാഥമികമായി വിലയിരുത്തി. ഒരു ജൂനിയർ അഭിഭാഷകൻ പ്രതിക്ക് സഹായം ചെയ്തു എന്ന് മാത്രം കൊണ്ട് അദ്ദേഹത്തെ കുറ്റക്കാരനായി കണക്കാക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഈ കേസിൽ ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജുവും പ്രതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത് കേസിന്റെ ഗൗരവത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശമാണ്. കൂടാതെ താൻ പ്രവർത്തിച്ചിരുന്ന ഓഫീസിലെ സീനിയർ അഭിഭാഷകൻ അറിയാതെയാണോ ആന്റണി രാജു പ്രതിയെ സഹായിച്ചതെന്ന ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചു. അപ്പീൽ പരിഗണനയിലിരിക്കെ ഈ പരാമർശങ്ങൾ ആന്റണി രാജുവിന് വലിയ പ്രതീക്ഷ നൽകുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി മരവിപ്പിക്കാനാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത്. വിധി മരവിപ്പിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം തിരിച്ചു കിട്ടുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യത നീങ്ങുകയും ചെയ്യും. രാഷ്ട്രീയപരമായി ഈ നീക്കം വളരെ നിർണായകമാണ്. ശിക്ഷാവിധി മരവിപ്പിക്കപ്പെട്ടാൽ ആന്റണി രാജുവിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ CPI നേതൃത്വം ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ആന്റണി രാജുവിന് മാത്രമാണ് നിലവിൽ വിജയ സാധ്യതയുള്ളതെന്ന വിലയിരുത്തലിലാണ് CPIM ഈ തീരുമാനം കൈക്കൊണ്ടത്.